ശീകരണത്തിൻ്റെ 7-ാം ദിവസം. ഓരോ ദിവസം കഴിയുന്തോറും പോട്ട്ബ്രോ കുന്നിലെത്തുന്ന ജനങ്ങൾ ഇരട്ടിയായിക്കൊണ്ടിരുന്നു. മെഡ്ജുഗോറിയയിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു എന്ന് പറഞ്ഞിരുന്നുവല്ലോ. ഇത്തരം ആൾക്കൂട്ടങ്ങൾ അവർക്ക് അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നതിലും അപ്പുറമാണ്. വലിയ കൂടിച്ചേരലുകൾ വിപ്ലവത്തിലേക്ക് നയിക്കും എന്ന് അവർ വിശ്വസിച്ചിരുന്നു. തലസ്ഥാനത്ത് നിന്നും ഇത്തരം കൂട്ടുകൂടൽ നിർത്തലാക്കണം എന്ന് ഉത്തരവുണ്ടായി. അതുകൊണ്ട് തന്നെ അവർ ജനങ്ങളെ കുന്നിന്മേൽ പോകുന്നതിൽ നിന്ന് വിലക്കി. ഉത്തരവ് മാത്രമല്ല, കൂടെ ഒരു ഭീഷണിയും. വഴങ്ങാത്തവരുടെ കൃഷിസ്ഥലം പോലീസ് കയ്യേറും എന്നതായിരുന്നു ആ ഭീഷണി. മെഡ്ജുഗോറിയയിലെ ജനങ്ങളെ സംബന്ധിച്ച് വയലുകൾ നഷ്ടപ്പെടുക എന്നാൽ പട്ടിണിയിലാവുക എന്നാണ്. അതുകൊണ്ട് കുറച്ചാളുകൾ മറ്റുള്ളവരെ കുന്നിൻ മുകളിൽ പോകുന്നതിൽ നിന്ന് തടഞ്ഞു. മറ്റു ചിലരാകട്ടെ പോകണമെന്ന് തീരുമാനിച്ച് ഇവരോട് എതിർക്കാനും തുടങ്ങി. അങ്ങനെ മെഡ്ജുഗോറിയയിൽ ഒരു സംഘർഷാവസ്ഥയായി ഈ 7-ാം ദിവസം. ഭരണാധികാരികളാകട്ടെ ഒരു കുറുക്കു വഴിയിലൂടെ വിഷണറീസിനെ പോട്ട്ബ്രോ കുന്നിൽ എത്തിച്ചേരുന്നതിൽ നിന്ന് തടയാൻ ശ്രമിച്ചു. കുട്ടികളുടെ തന്നെ പ്രായത്തിലുള്ള 2 പെൺകുട്ടികളെ അവർ ചട്ടം കെട്ടി. വിഷണറീസിനെ രാവിലെ ഒരു കൊച്ചു യാത്രയ്ക്ക് പോകാം, ഈ സംഘർഷാവസ്ഥയിൽ നിന്ന് ഒരു മാറ്റമാകും എന്ന് പറഞ്ഞ് അവരെ പ്രലോഭിപ്പിച്ചു. ഇവാൻ ഒഴികെ മറ്റുള്ളവരെല്ലാം അത് നല്ലതായിരിക്കും എന്ന് ചിന്തിച്ച് അവരോടൊപ്പം യാത്ര തുടർന്നു. അവരോടൊപ്പം അങ്ങനെ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചു വരാൻ സമയമായിട്ടും വണ്ടി തിരിക്കാതെ അവർ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. തങ്ങൾ കബളിക്കപ്പെടുകയായിരുന്നു എന്ന് വിഷണറീസിന് മനസ്സിലായി. വിസ്ക അത് ഓർത്തെടുക്കുന്നത് ഇങ്ങനെ: പറ്റിക്കപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഏകദേശം 6 മണിയായി. ഗോസ്പ വരുന്ന സമയം. പ്രാർത്ഥിക്കുവാനായി അവരോട് വണ്ടി നിർത്താൻ ഞങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും അവർ കേട്ടതായി ഭാവിച്ചില്ല. നിർത്തിയില്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് ഞങ്ങൾ എടുത്തു ചാടും എന്ന് പറഞ്ഞപ്പോഴാണ് പതിയെ അവർ ഒതുക്കിയത്. പോട്ട്ബ്രോ കുന്ന് ഞങ്ങൾ നിന്നെടുത്തതിൽ നിന്ന് ഞങ്ങൾക്ക് കാണാമായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഇവാങ്ക അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ കുന്നിൻ മുകളിൽ ഒരു പ്രകാശവും അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാം ആ പ്രകാശത്തിന് കീഴിലായും കണ്ടു. പിന്നീട് ആ പ്രകാശം വിഷണറീസിൻ്റെ അടുത്ത് വരുന്നതായും അവർക്ക് അനുഭവപ്പെട്ടു. അവരെ കൊണ്ടുപോയ ആ 2 പെൺകുട്ടികൾക്കും ആ പ്രകാശം കാണാമായിരുന്നു. അപ്പോൾ കുട്ടികൾ മുട്ടുകുത്തി പാട്ടുകൾ പാടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ പ്രകാശം വന്ന് ഗോസ്പ അവരുടെ മുന്നിൽ പ്രത്യക്ഷമായി. മിരിയാന പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, ഞങ്ങൾ കുന്നിൽ വരാതെ മറ്റിടത്തേക്ക് പോയതുകൊണ്ട് ഞങ്ങളോട് ദേഷ്യമുണ്ടോ? സാരമില്ല എൻ്റെ മാലാഖ കുട്ടികളെ എന്നാണ് അമ്മ പറഞ്ഞത്. പിന്നീട് വിഷണറീസ് പരിശുദ്ധ അമ്മയോട് ഇനി ഞങ്ങൾ കുന്നിൽ വരാതെ മറ്റ് എവിടെയെങ്കിലും ഇടവക ദേവാലയത്തിലോ മറ്റോ വന്നോട്ടെ എന്ന് അനുവാദം ചോദിച്ചു. കാരണം മെഡ്ജുഗോറിയയിൽ ഒരു വലിയ സംഘടനത്തിന് തന്നെ ഇത് കാരണമായേക്കാമെന്ന് കുട്ടികൾ ഭയന്നിരുന്നു. പരിശുദ്ധ അമ്മ ഒരു നിമിഷം മൗനമായി തന്നെ നിന്നിടത്ത് നിന്ന് അവസാനം അങ്ങനെയാകട്ടെ എന്ന് മറുപടി പറഞ്ഞ് അവരിൽ നിന്ന് മറഞ്ഞു. വിഷണറീസ് തങ്ങളെ കൊണ്ടുപോയവരോട് തിരിച്ച് തങ്ങളെ ഇടവക വികാരിയായ ഫാദർ യോസോയുടെ അടുത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. കാരണം അവരുടെ വീട്ടിലേക്കോ കുന്നിലേക്കോ പോകാൻ അവർക്ക് പേടിയായിരുന്നു. അത്രയ്ക്ക് ജനമായിരുന്നു അവിടെയെല്ലാം. ഫാദർ യോസോ അവരെ കണ്ടപ്പോൾ കുട്ടികൾ അന്ന് കുന്നിൽ പോയില്ല എന്നറിഞ്ഞു. അവരെ ഓരോരുത്തരെയും വിളിച്ച് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കാനും കാര്യങ്ങൾ അറിയുവാനും തുടങ്ങി. ഏകദേശം 9 മണി കഴിഞ്ഞു കുട്ടികൾ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ അവരുടെ മാതാപിതാക്കളാകട്ടെ അവർ എവിടെയാണ് എന്നറിയാതെ ആകെ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. കുട്ടികളെ പോലീസ് കൊണ്ടുപോയോ എന്ന് പോലും അവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ വിഷണറീസ് ക്ഷീണിതരായിരുന്നു. ഉറങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു വാർത്ത അവരെ തേടിയെത്തി. മാരിങ്കോയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തങ്ങൾക്ക് വേണ്ടിയാണല്ലോ മാരിങ്കോ പിടിയിലായത് എന്ന് ചിന്തിച്ച് കുട്ടികൾ അപ്പോൾ തന്നെ രാത്രി ഏറെ ആയതുപോലും നോക്കാതെ പോലീസ് സ്റ്റേഷനിലേക്ക് നടക്കാൻ തുടങ്ങി. എന്നിട്ട് ഭരണാധികാരികളോട് ധൈര്യപൂർവ്വം അവർ ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഞങ്ങളെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ, പക്ഷേ മാരിങ്കോയെ വെറുതെ വിടൂ. പോലീസ് ആകട്ടെ കുട്ടികളെ ഭയപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. പുലർച്ചെ 2 മണിയോടെ അവരെ വീട്ടിലേക്ക് അയച്ചു. അവർക്ക് ഒരു കാര്യം മാത്രമേ നടന്നു കിട്ടണമായിരുന്നുള്ളൂ: പോട്ട്ബ്രോ കുന്നിൽ ഇനി ഒത്തുകൂടരുത്.
നിങ്ങൾ ദിവസം മുഴുവൻ വേണമെങ്കിലും പ്രാർത്ഥിച്ചോളൂ, വേണമെങ്കിൽ രാത്രിയും പ്രാർത്ഥിച്ചോളൂ, പക്ഷെ കുന്നിൽ നിങ്ങൾ കയറരുത്, കുന്നിൽ നിന്ന് അകന്നു നിൽക്കുക. ഇതാണ് കിറ്റ്ലർ കമ്മ്യൂണിസ്റ്റ് ലീഗ് ചെയർമാൻ്റെ ആവശ്യം. പക്ഷേ ഇത് കമ്മ്യൂണിസ്റ്റ് ലീഗ് ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ ഈ 7-ാം ദിവസം ഗോസ്പയോട് കുട്ടികൾ ചോദിച്ചിരുന്നു, അനുവാദം വാങ്ങിച്ചിരുന്നു. പിന്നീട് 8-ാം ദിവസം മുതൽ പ്രത്യക്ഷീകരണം നടന്നത് അവിടുത്തെ ദേവാലയത്തിലായിരുന്നു. ആവേ മരിയ.